ആലപ്പുഴ ജില്ലയിലെ വേമ്പനാട്ട് കായലിലൂടെയുള്ള ബോട്ട് യാത്രയിലാണ് നമ്മളിപ്പോൾ. ഇവിടെയുള്ള മനോഹരമായ കാഴ്ചകളും കുട്ടനാടൻ പാടശേഖരങ്ങളും നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. 1941 തിരുവിതാംകൂറിൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി ജോസഫ് മുരിക്കൻ എന്ന കായൽ രാജാവ് വെള്ളത്തിനടിയിൽ നിന്നും കട്ടകുത്തി പൊക്കിയുണ്ടാക്കിയതാണ് കുട്ടനാടൻ കരിനിലങ്ങൾ എന്നറിയപ്പെടുന്ന നെൽവയലുകൾ. ജോസഫ് മുരിക്കൻ്റെ കഠിനാധ്വാനത്തിൽ നിന്നും പിറവിയെടുത്ത കുട്ടനാടൻ പാടശേഖരമാണ് അന്നുകാലത്ത് തിരുവിതാംകൂറിൻ്റെ പട്ടിണി മാറ്റിയത്. 1000 ഏക്കർ, 500 ഏക്കർ, 600 ഏക്കർ എന്ന തോതിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് മുരിക്കൻ വെള്ളത്തിൽ നിന്നും കട്ടകുത്തി പൊക്കിയുണ്ടാക്കിയത്. 1972 അന്നത്തെ ഇടതു സർക്കാർ മുരിക്കൻ്റെ കായൽ ഭൂമി കണ്ടുകെട്ടുകയും തൊഴിലാളികൾക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് കായൽ നിലങ്ങൾ കൃഷി ചെയ്യാതെ ഇടുകയും നാമാവശേഷമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 1974 ജോസഫ് മുരിക്കൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. മുരിക്കൻ്റെ കാലത്ത് നമ്മുടെ നാടിന് വേണ്ടത്ര ധാന്യം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പാടശേഖരങ്ങൾ നശിക്കുകയും നമുക്കിന്ന് ആന്ധ്ര പോലുള്ള അന്യസംസ്ഥാനങ്ങളെ ധാന്യത്തിന് വേണ്ടി ആശ്രയിക്കേണ്ട ഗതികേടിലുമാണ് വന്നിരിക്കുന്നത്.